ഇന്ന് പല സ്ഥലങ്ങളിലും ഈ കല്യാണം ഒഴിവാക്കി ഈ ഇദ്ദയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പേ മറ്റു വിവാഹത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആഖിറത്തെ വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ചില പള്ളി കമ്മിറ്റിക്കാരും അതിന് കത്ത് കൊടുക്കും. അപ്പൊ നാളെ ഈ കമ്മിറ്റിക്കാരെ പിടിക്കും അല്ലാഹു. കാരണം അവർക്കറിയില്ല, സാധാരണക്കാരൻ അവർക്കറിയില്ല. അപ്പൊ അവർ നിയമങ്ങൾ തെറ്റിച്ചവരാവുമ്പോ സ്വാഭാവികമായി അള്ളാഹുവിനെയും ആഖിറത്തെയും വിശ്വാസമില്ലാത്തവരാണ് എന്നാണ് അതിൽ വരുന്നത്. അതാണ് അതിന്റെ അർത്ഥം. വലാ യഹല്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിൻ. അവളുടെ ഗർഭപാത്രത്തിൽ വല്ലത് ഉണ്ടോ എന്നറിയാൻ അള്ളാഹ് ഇത് മാറ്റി നിർത്തുന്ന ഒരു 3 മാസ കാലത്തോളം. അത് ഉണ്ടായിട്ട് അത് രഹസ്യമായി ഒളിപ്പിച്ച് വെക്കരുത്. അത് നീ അബോർട്ട് ചെയ്തതിന് ശേഷം എന്നെ അടുത്തൊരാൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി നീ തുനിയരുത്, പണിയെടുക്കരുത്. അങ്ങനെ ചെയ്യുന്നവർ ആരാ? ഇൻ കുന്ന യുഅ്മിന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെയും ആഖിറത്തെയും വിശ്വസിക്കുന്നവർ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാഹു ആഖിറത്തിൽ വിശ്വാസം ഇല്ലാത്തവർ അബോർട്ട് ചെയ്തിട്ട് അടുത്ത കല്യാണത്തിന് തയ്യാറാവും. പള്ളി കമ്മിറ്റിക്കാർക്ക് ഒരു 16 റുപ്യ കൊടുക്കുമ്പോൾ അവർ റെസിപ്റ്റ് എഴുതി തരും. യാ അല്ലാഹ് ഉസ്താദ് സൗവജത്തുക വൻകത്ത്. ഉസ്താദ് കുറ്റക്കാരല്ല, നമ്മളെ അടിച്ചേൽപ്പിച്ച് നിക്കാഹ് നടത്തി കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ജമാഅത്ത് ഏൽപ്പിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. നാളെ ആഖിറത്തിൽ പിടിക്കപ്പെട്ട അള്ളാഹ് ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, അവർ രസീത് തന്നു, ഇന്നാളുടെ നിക്കാഹ് നടത്തി കൊടുക്കാൻ പറഞ്ഞു, ഞങ്ങൾ നടത്തി കൊടുത്തു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല, ഇത് ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ജമാഅത്ത് എവിടെയായാലും പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞെന്താ? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. കണ്ടാ അവിടെ അള്ളാഹ് ഉപയോഗിച്ച വാക്കെന്താ? നിങ്ങൾ പറയും. ഒരു ദീനിന്റെ വിഷയം പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞ അള്ളാഹയെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ആഖിറത്തെയും വിശ്വസിക്കണം. അള്ളാഹയെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ആഖിറത്തെയും വിശ്വസിക്കണം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. പല പള്ളികളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ആ പള്ളികളിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ജമാഅത്ത് കമ്മിറ്റിക്കാര് അവരിങ്ങനെ വരും, രാത്രി പിടിച്ചു വെച്ച് നിക്കാഹ് നടത്തി കൊടുത്ത് യാ അല്ലാഹ് മാ സലാം അടിച്ചു വിട്ടു പോകും. ഇതിനൊക്കെ എന്ത് സമാധാനം ആഖിറത്തിൽ പറയും? ഇതിനൊക്കെ എന്ത് സമാധാനം പറയും? എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലല്ല. ഇത് അള്ളാന്റെ വീടാ. ഇതിന്റെ ഒരു പൊടി മണ്ണിന് നാളെ സമാധാനം പറയണം റബ്ബിന്റെ മുന്നിൽ. ചെറിയ കാര്യമല്ല ഇത്. ഈ സമുദായം മുഴുവനും ആശാ കേന്ദ്രവും ആശ്രയ കേന്ദ്രവുമാണ് നമ്മുടെ മഹല്ല് പള്ളി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിനൊരു പ്രശ്നം വന്നാൽ നമ്മൾ സമീപിക്കുന്നത് ഈ കോടതിയാണ്. അപ്പൊ ഈ കോടതിയിൽ എന്താണോ തീരുമാനം എടുക്കുന്നത് അതിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, സത്യവിശ്വാസികൾ. അപ്പൊ ഇവിടെ നിന്ന് അള്ളാഹ്ക്ക് നിരക്കാത്തത് എന്തെങ്കിലും നിങ്ങൾ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പേരിൽ അതിന്റെ അഡിക്റ്റായി അതിൽ നമ്മൾ പ്രവർത്തിച്ചു പോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരാണ്? ആ കാലഘട്ടത്തിൽ ഇതിന്റെ കടിഞ്ഞാൻ പിടിച്ചവർ ആര്? അള്ളാഹിന്റെ സവാരം പറയണം. ഈ അതിനെ ഈ ആഖിറം വെച്ചേക്കുന്നത് ഇതൊന്നും ഒരു ചെറിയ കാര്യമില്ല. അള്ളാഹ് ഇപ്പോൾ നോക്കുന്നില്ല, മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് കൂസലില്ലാതെ നിങ്ങൾ അങ്ങ് പോയാൽ മതി. പടച്ചവൻ പൊക്കി എടുത്ത് അവിടെ തൂക്കിയിടും. ഇത് ചെറിയ കാര്യമല്ല ഈ ആഖിറം. അതുകൊണ്ടാണ് ഞാൻ ഈ ആഖിറത്തെ ഇത്ര പ്രൊമോട്ട് ചെയ്ത് നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഉമ്മത്തിന് ഈ ആഖിറത്തിനെ കുറിച്ച് വലിയ വിശ്വാസമില്ല, കൂടുതൽ വിശ്വാസമില്ല. ആഖിറമുണ്ട്, യാ അല്ലാഹ് ആഖിറത്തിൽ അങ്ങനെ എന്ത് ആഖിറം? അതുകൊണ്ടാണ് അല്ലാഹു തആല ഒരു ദീനിന്റെ വിഷയം പറയുമ്പോ പടച്ചവൻ നമ്മളോട് പറയുന്നതാണ് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഒരു കാര്യം പറയുമ്പോൾ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ. നിനക്ക് അല്ലാഹുവിനെയും ആഖിറത്തെയും വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ നാവിൽ നിന്ന് നല്ലതേ വരാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കായത്. എന്താണ് ഉപയോഗിച്ച വാക്ക്? നീ നിസ്കാരമുള്ളവനായതുകൊണ്ടോ, നീ ഹജ്ജ് ചെയ്തവനാണെന്നോ, ഇതൊന്നും അല്ലടെ പറഞ്ഞ വാക്ക്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിനക്ക് അല്ലാഹുവിനെയും ആഖിറത്തെയും നിനക്ക് വിശ്വാസമുണ്ടോ? ഫൽയഖുൽ ഖൈറ, നീ നല്ലതേ പറയാവൂ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച വാക്ക് ആഖിറത്തെയും വിശ്വാസം ഉണ്ടെന്നാ. കാരണം ഇതിന്റെ കോടതി ആഖിറത്തിലാണ്. ഇപ്പൊ നമ്മുടെ കോടതി എറണാകുളത്ത് പോകണം, ഹൈക്കോടതി, സുപ്രീം കോടതി ഡൽഹിക്ക് പോകണമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏതാവശ്യത്തിന് അവിടെ ഇട്ടല്ലേ പോവാ. അല്ല നമുക്കിപ്പോൾ മണക്കാട് കൊണ്ടുവന്ന് കാര്യം വല്ല നടത്താൻ പറ്റുമോ? നേരെ അങ്ങോട്ട് പോകാന്ന് പറയും. അത് വെള്ളിയാഴ്ച ജുമാ സമയത്തായിരിക്കും ചിലപ്പോൾ ജഡ്ജി വിളിക്കുന്നത്, പോയേ പറ്റുള്ളൂ. അവൻ ജുമായ്ക്ക് കൂടുതൽ താല്പര്യം കാണിക്കുവോ, കോടതിയിലെ കേസിന് താല്പര്യം കാണിക്കുവോ? സയ്യിദുൽ അയ്യാം യൗമുൽ ജുമാ, കൂടുതലും മുസ്ലിങ്ങളെ വിളിക്കുന്ന ജുമാ ദിവസമായിരിക്കും. അങ്ങോട്ട് പോകേണ്ടി വരും. അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാ, നിന്റെ ജുമാ മുടക്കുക എന്നുള്ളതാണ്. അതും മുടങ്ങി കിട്ടി. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആ പാട് കിട്ടിയ ഒരു തൗഫീഖ് അതും മുടങ്ങി കിട്ടി. അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ
മോമിനീങ്ങളുടെ പെരുന്നാളും ഫുഖറാക്കളുടെ ഹജ്ജും ഒക്കെയാണ്. ഈ ഹജ്ജ് നടത്താതെ നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കുക, എന്നിട്ട് കേസ് പറയൂല, കുത്തിയിരുത്തും. എന്നിട്ട് വിളിക്കുന്ന എത്രയെന്നറിയാവോ? 3:15 ജുമ പോയാ. അപ്പൊ ഈ കോടതിയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോടതിയുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഈ ആഖിറം എന്ന് പറഞ്ഞൊരു കോടതിയാ, ഈ ആഖിറം എന്ന് പറഞ്ഞൊരു കോടതിയാ, കളിയല്ല, തമാശയല്ല. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. അതിൽ വിശ്വസിച്ചാൽ അവൻ സന്മാർഗ സച്ചരിതനായി അവൻ വിജയികളായി മാറും. ആഖിറത്തെ വിശ്വസിച്ചാൽ, ആഖിറത്തെ വിശ്വസിച്ചാൽ. ആഖിറത്തിൽ വിശ്വസിക്കാതെ ഒരു അമല് നമ്മളിവിടെ ചെയ്തിട്ട് കാര്യമില്ല. ഈ ചെയ്യുന്നതിന്റെ പ്രതിഫലം നമുക്ക് ആഖിറത്തിലാ കിട്ടുക, ആഖിറത്തിലാ കിട്ടുക. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, ആഖിറത്തെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മഹത്തുക്കളും പണ്ഡിതന്മാരും നമുക്കതിന് വിശദീകരണം നൽകുന്നത് الرغبة في فعل الطاعة والحرص عليها رجاء لثواب ذلك اليوم. ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി, അമലുകൾ, ഈ കർമ്മങ്ങൾ, ഈ നന്മകളെല്ലാം ആഖിറത്തിൽ നമുക്കൊരു വലിയ മുതൽക്കൂട്ടാക്കി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് വേണം ഈ ദുനിയാവിൽ നീ അമൽ ചെയ്യാൻ. ഇതിനാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇന്ന് ജുമാ നിസ്കരിച്ചാൽ നമുക്ക് ആഖിറത്തിൽ കൂലി കിട്ടും, ഫർള് നിസ്കരിച്ചാൽ ആഖിറത്തിൽ കൂലി കിട്ടും, സദഖ ചെയ്താൽ ആഖിറത്തിൽ കൂലി കിട്ടും, നോമ്പ് പിടിച്ചാൽ ആഖിറത്തിൽ കൂലി കിട്ടും. അല്ല ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇവിടെ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് കിട്ടുമെന്നല്ല, ഈ നിസ്കരിക്കുന്നത് ആഖിറത്തിൽ എനിക്ക് കൂലി കിട്ടും. അതിനാണ് നമ്മുടെ ഇബാദത്ത്. അതിലാണ് ആഖിറത്തെ വിശ്വസിച്ചവർക്കാണ് ഇബാദത്തിന്റെ ഗുണം കിട്ടുക. ആഖിറത്തിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇബാദത്തുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഈ നിസ്കരിക്കുന്ന എന്തുകൊണ്ടാ? ആഖിറത്തിൽ എന്നെ ശിക്ഷിക്കും, എനിക്കത് പേടിയാ, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത്. ഞാൻ കള്ളം പറയാത്ത എന്ത്? എനിക്ക് ആഖിറത്തിൽ പേടിയാണ്, ആഖിറത്തിൽ എന്നെ അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ കള്ളവ് പറയൂല. വഞ്ചന കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, ആഖിറത്തിൽ എന്നെ അള്ളാഹ് പിടിക്കും, എനിക്കതിന് മറുപടി പറയാൻ പറ്റൂല. എല്ലാം അള്ളാഹ് അറിയുന്നവനാണ്. എല്ലാ രഹസ്യവും പരസ്യവും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ആഖിറത്തെ പിടിക്കും, എനിക്കതുകൊണ്ട് പറ്റൂല, ആഖിറത്തെ പിടിക്കും അള്ളാഹ്. അതിനാണ് ആഖിറത്തിലെ പേടിച്ചാലേ നമുക്ക് ഈ ദുനിയാവിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റൂ. ആഖിറത്തെ പേടിയില്ലാത്തവർക്ക് ദുനിയാവിൽ ഇബാദത്തിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂല. അതാദ്യം പഠിച്ചോ. അതാണ് ഖുർആൻ പറഞ്ഞതും ഹദീസ് പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ ആഖിറത്തെ കൊണ്ട് വിശ്വസിക്കുന്ന എന്തിനാണ്? അർറഗ്ബത്തു ഫീ ഫിഅലി ത്വാഅതി വൽ ഹിർസി അലൈഹാ റജാഅൻ ലിസവാബി ദാലിക്കൽ യൗം. ആ ദിവസത്തിൽ, നാളെ ആഖിറത്തിൽ ഇതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ അമൽ അവൻ ചെയ്യുന്നത്. രണ്ടാമത് വറഹ്ബത്തു ഫീ അനിൽ മഅസിയതി അൻ തർക്കിൽ മഅസിയതി ഖൗഫൻ ലിദാലിക്കൽ യൗം. ഞാനൊരു തെറ്റ് ചെയ്താൽ അല്ലാഹ് ആ തെറ്റിന്റെ പേരിൽ ആഖിറത്തിൽ എന്നെ പിടിക്കപ്പെടുമെന്നുള്ള ഒരു പേടി, ആ പേടിയുള്ളത് കൊണ്ട് അവൻ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അവൻ തയ്യാറാകും. ആഖിറത്തിൽ എനിക്ക് ചോദ്യം ഉണ്ടാകും, പടച്ചവനെ, ആ ഒരു പേടി ഉണ്ടാവണം. അപ്പൊ ആഖിറത്തെ പേടി ഉണ്ടെങ്കിൽ തെറ്റിന്ന് ഒഴിവാകും, ആഖിറത്തെ പേടി ഇല്ലെങ്കിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നില്ലേ? ആഖിറത്തെ പേടി ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കും. ആഖിറത്ത് നീ തെറ്റ് ചെയ്തു പോയി, അസ്തഗ്ഫിറുല്ലാഹ്, പൊരുത്തം തരണേ അല്ലാഹ്, മാപ്പ് ചെയ്യണേ അല്ലാഹ്, ചെയ്തു പോയി പടച്ചവനെ. എന്തിനാ തൗബ ചെയ്യുന്നത്? ആഖിറത്തെ പേടിയുള്ളത് കൊണ്ടാണ് നീ തൗബ ചെയ്യുന്നത്. ഒരാളൊരു തെറ്റ് ചെയ്താൽ ആഖിറത്തെ പേടിയുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിക്കരയുന്നത്, കരച്ചിൽ വരുന്നത്, കണ്ണുനീരൊലിപ്പിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസത്തിൽ 70 പ്രാവശ്യം തൗബ ചെയ്തു. തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, ആഖിറത്തെ പേടിച്ചിട്ടാണ്. എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോ പടച്ചവനെ? മജ്ലിസ് കൂടിയിട്ട് മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് എന്തിനാ പറയുന്നത്? ആ മജ്ലിസിൽ ഇരുന്നിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംസാരം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ പിടിക്കപ്പെടും. അതുകൊണ്ട് അവിടെ വെച്ച് തൗബ ചെയ്തിട്ട് നമ്മൾ ഇവിടെ പറയുന്നു. അതാണ് മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. ആ മജ്ലിസിന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ അവിടെ തൗബ ചെയ്തിട്ട് എഴുന്നേറ്റ് പോവുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് കിടക്കണം. കുറഞ്ഞത് 11 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി
ഇത് 11 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് പറഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങാവൂ. രാത്രി എങ്ങാനും പിടിക്കപ്പെട്ടു പോയാൽ തൗബ ഇല്ലാതെ നമ്മൾ മരിച്ചു പോണ്ടി വരും. അഊദു ബില്ലാഹ്, നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ദുനിയാവിലെ കാര്യമല്ല, ആഖിറത്തിൽ പിടിക്കപ്പെടുന്നതുകൊണ്ടാണ്. പിന്നെ മരിച്ചു കഴിയുമ്പോൾ മാത്രം വന്നിരുന്ന് കുത്തിയിരുന്ന് യാസീൻ ഓതി, മൗലൂദ് ഓതി, റാത്തീബ് ഓതി, എല്ലാം ഓതി, ജീവിതത്തിൽ പള്ളിയില്ല, ഇബാദത്തില്ല, ഒന്നുമില്ല. ആ സമയത്ത് അള്ളാഹു വേണം, റസൂൽ വേണം. അതെന്തിനാ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യം എന്താ? ആ സമയത്ത് എല്ലാവരും വേണം, എല്ലാവർക്കും അള്ളാഹുവിനെ വേണം, ദുആ വേണം, ദിക്ർ വേണം, സലാത്ത് വേണം. അതുവരെ അള്ളാഹുവും വേണ്ട, റസൂലും വേണ്ട, ദിക്റും വേണ്ട, സലാത്തും വേണ്ട. ഇതല്ലേ നടക്കുന്ന സംഭവം. അതൊരിക്കൽ അള്ളാഹ് വേണോ, റസൂല് വേണോ? ആരോഗ്യവാനായി ദുനിയാവിൽ ജീവിച്ച് നടന്ന സമയം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് പള്ളിയുടെ തിരുമുറ്റത്തു കൂടെ നടന്നു പോയിട്ട് പോലും പള്ളിക്കകത്ത് കയറിയിട്ടില്ല. മരിക്കാറായപ്പോ, മരിച്ചു കിടന്നപ്പോ, സന്തൂക്ക് എടുത്തപ്പോ, ഖബറിനകത്ത് വെച്ചപ്പോ ഒക്കെ ദുആയും കരച്ചിലും, അല്ലാഹ് അല്ലാഹ് പുറത്തു കൂടല്ല, പുറത്തു കൂടല്ല, പുറത്തു കൂടല്ല. പിന്നെ നമ്മുടെ ആക്ക് പുറത്തു കൂടല്ല നമുക്ക് പറയാൻ പറ്റും, പക്ഷെ അള്ളാഹു എന്താ ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ നമ്മുടെ ഭാഗത്തുനിന്ന് വല്ല ഇബാദത്തുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, അയ്യോ അവൻ നല്ല ഇബാദത്തുള്ളവനാണ്. അതിൽ വല്ല തെറ്റുകളോ അപാകതകളോ ന്യൂനതകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനത് മാപ്പാക്കി തരും. അത് പ്രശ്നമില്ല, അത് മാപ്പാക്കി തരും. അതിനാണ് ഈ തൗബ, അതിനാണ് തൗബ ചെയ്യണമെന്ന് പറഞ്ഞത്. അതെന്തിനാണ് ഈ തൗബ ചെയ്യുന്നത്? ആഖിറത്തെ പേടിച്ചിട്ടാണ്. ഇത്ര നാൾ നിസ്കരിച്ചിട്ടില്ല, അല്ലാഹ് അറിഞ്ഞില്ല, റബ്ബേ ആഖിറുണ്ട്, അവിടെ ചോദ്യമുണ്ട്, അറിഞ്ഞില്ല. ഇന്ന് നീ തൗബ ചെയ്. എന്റെ 45 വർഷം എനിക്ക് പാഴായിപ്പോയി. ഇനിയുള്ള ദിവസം അല്ലാഹ് നിന്നെ വിശ്വസിച്ച് ജീവിക്കണം, ആഖിറത്തെ വിശ്വസിച്ച് ജീവിക്കണം. എന്നെ നീ അവിടെ പിടിക്കല്ലേ പടച്ചവനെ, എന്നെ നീ അവിടെ പിടിക്കല്ലേ പടച്ചവനെ, പൊരുത്തപ്പെടണേ പടച്ചവനെ. ഇനി മുതൽ ഞാൻ ചെയ്തോളാം അല്ലാഹ്. ഓക്കെ ഓക്കെ, അല്ലാഹ് അത് ഏറ്റെടുക്കാൻ തയ്യാറാ. പക്ഷെ നീ ചെയ്യണം, ചെയ്യാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് ആഖിറത്തെ വിശ്വസിക്കണമെന്ന് ഖുർആനിൽ കൂടുതൽ സ്ഥലങ്ങളിലും അള്ളാഹുവും ആഖിറവുമാണ് ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളത്. നമ്മളിവിടെ കുറെ ഇബാദത്തുകൾ ചെയ്തതല്ല, അമൽ ചെയ്തതിലൊന്നും വലിയ കാര്യമില്ല. ആഖിറത്തെ വിശ്വസിച്ച് ചെയ്യണം. അവിടെയാണ് ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തി ദുനിയാ വതുമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അല്ലാഹു പറഞ്ഞ വാക്കാണ് ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ. നമ്മളെ നാളെ കണ്ടുമുട്ടുമെന്ന് ഒരു നിലയ്ക്ക് പോലും താല്പര്യമില്ലാത്ത ജനങ്ങൾ, എന്നെ നാളെ കാണുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. അങ്ങനെ ചില ആളുകൾ വറളൂ ബിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ ലൈഫാണ് അവന്റെ ഏറ്റവും വലിയ ജീവിതം. ദുനിയാവിലെ ജീവിതം കൊണ്ട്, ഈ ഭൗതികമായ നശ്വരമായ ക്ഷണികമായ ജീവിതം കൊണ്ട് അവൻ പരിപൂർണമായി തൃപ്തിപ്പെട്ടു. വറളൂ ബിൽ ഹയാത്തി ദുനിയാ. അതുകൊണ്ട് തൃപ്തിപ്പെടുക മാത്രമല്ല, വതുമഅന്നു ബിഹാ, അവന് മനസ്സമാധാനം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതമാണ്. അള്ളാഹ് ഉപയോഗിച്ച വാക്ക പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. നമ്മക്ക് ഈ ദുനിയാവ് കൊണ്ടൊന്നും തൃപ്തിയില്ല, നമ്മക്ക് ഈ ദുനിയാവ് കൊണ്ട് തൃപ്തിയില്ല. 10 കോടി കിട്ടിയാൽ 50 കോടി കിട്ടിയാൽ അവന് വലിയ തൃപ്തിയായി. ഒരു വീടും സ്ഥലവും കിട്ടിയാൽ അവന് വലിയ തൃപ്തിയായി. നല്ല ഒരു ജോലി കിട്ടിയാൽ തൃപ്തിയായി. ജോലി കിട്ടുന്നത് വരെ എന്തോ ഒരു കരച്ചിലാണ്. വീട് കിട്ടുന്നത് വരെ എന്തോ ഒരു കരച്ചിലാണ്. വീട് കിട്ടിക്കഴിഞ്ഞാൽ വതുമഅന്നു ബിഹാ, അതുകൊണ്ടെല്ലാം അവന്റെ കാര്യങ്ങൾ ഓക്കെയായി, അവന്റെ മനസ്സ് സമാധാനമായി, അവന്റെ ടെൻഷൻ എല്ലാം മാറിക്കിട്ടി. ദുനിയാവ് കൊണ്ട് അവൻ തൃപ്തിയായി. ഇതാരാ ഇങ്ങനെ ദുനിയാവോട് തൃപ്തിപ്പെടുന്നവര്? ആഖിറത്തിൽ അള്ളാഹെ കണ്ടുമുട്ടുന്ന വിശ്വാസമില്ലാത്തവര്, ആഖിറത്തിൽ അള്ളാഹെ കണ്ടുമുട്ടുന്ന വിശ്വാസമില്ലാത്തവര്. ദുനിയാവ് ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. നബിയെ പറഞ്ഞുകൊണ്ട് ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെടണ്ട, അത് നശ്വരമാണ്, ക്ഷണികമാണ്, ഏത് സമയവും നഷ്ടപ്പെടാം. ആഖിറമാണ് സ്ഥിരമായിട്ടുള്ളത് കേട്ടോ. അത് ലഭിക്കാൻ വേണ്ടി പണിയെടുക്കാൻ പറ പ്രവാചകരെ.
യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ജനങ്ങളെ, ദുനിയാവിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത് കേട്ടോ. ദുനിയാവിൽ നിന്ന് നിങ്ങളെ അടർത്തിയെടുക്കാൻ പലരും പരിശ്രമിക്കും കേട്ടോ. മീഡിയകളിലൂടെയും ടെലഗ്രാമിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പല ഭാഗങ്ങളിൽ നിന്ന് അവന്റെ കുബുദ്ധി കൊണ്ട്, നല്ല ബുദ്ധിയല്ല, കുബുദ്ധി കൊണ്ട് ഇസ്ലാമിക ചൈതന്യത്തോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും മാടി വിളിക്കാനും അടർത്തിയെടുക്കാനും നിരീശ്വര നിർമ്മിതവാദികൾ ഇസ്ലാമിന്റെ മുനാഫിഖിന്റെ ഈ നിഫാഖിന്റെ പേരും വെച്ചിട്ട് മീഡിയകളിലൂടെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ ശ്രമിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ആ വഞ്ചിതന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് കേട്ടോ. അവന്റെ ബുദ്ധി കൊണ്ട് അവൻ ആവശ്യമില്ലാത്തത് മൊത്തം നിന്റെ മുന്നിൽ നിരത്തിത്തരും. അവന്റെ പേര് നാമധാരിയായ മുസ്ലിം ആയിരിക്കും, അതിൽ നീ പെട്ടുപോകരുത്. അവന് ആഖിറവുമായി ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് ആ ബന്ധത്തിൽ നീ കുടുങ്ങിപ്പോകല്ല്. അവന്റെ ഭാഗത്ത് നിന്നുമുള്ള ഫോൺ കോൾ വന്നാൽ നീ കട്ട് ചെയ്തേരെ, അവനോട് നീ സംസാരിക്കാനേ നിൽക്കണ്ട. സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. നിരീശ്വരവാദികളെ വിളിച്ചിട്ട് അല്ല ഉണ്ടോ, ആഖിറ ഉണ്ടോ, മഹ്ശർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നത്തെ യുവാക്കളെ വിളിച്ച് അവനിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ചെറുപ്പക്കാർ അതിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നു ചെറുപ്പക്കാരാ, നീ നിരീശ്വരവാദിയായി ജീവിച്ചാലും അവസാനം നീ ചത്തുപോയാൽ നിന്റെ മയ്യത്ത് ഡെഡ് ബോഡി കൊണ്ടുവരേണ്ടതും പള്ളിയിലാണ് കേട്ടോ. അതെവിടെയും കൊണ്ട് കത്തിച്ച് കളയൂല കേട്ടോ. അവസാനം കൊണ്ടുവരുന്ന ജമാഅത്തുകൾ തീരുമാനം എടുക്കണം. ഓരോ ജമാഅത്തുകാരും ഇസ്ലാമിന്റെ ശരീഅത്തിനെ തള്ളിപ്പറയുന്ന അംഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവനെ അപ്പളെ അടിച്ച് പള്ളിയിൽ നിന്ന് പുറത്താക്കിയേക്കണം. ചത്താലും കൊണ്ട് കുഴിച്ചിടാൻ പാടില്ല പള്ളിയിൽ. ഇതിപ്പം പ്രസിഡന്റിന്റെ കുടുംബക്കാരനായിരിക്കും നിരീശ്വരവാദി, മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? സെക്രട്ടറിയുടെ കുടുംബക്കാരനായിരിക്കും, പള്ളി കമ്മിറ്റിക്കാരനുമായിട്ട് ബന്ധപ്പെട്ടവനായിരിക്കും, നിരീശ്വരവാദി ഇസ്ലാമിനെ തള്ളിപ്പറയുന്നവനായിരിക്കും. ആ ചാവുമ്പോൾ മുസ്ലിം വന്നിട്ട് അല്ലാഹു അക്ബർ, ഈ നിരീശ്വരവാദിക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, മൗഫറത്ത് കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, ആഖിറം വിളിച്ചാക്കണേ അല്ലാ. ഗതികേട്, നമ്മുടെ ഗതികേട്, മൊയ്ലിയാക്കന്മാരുടെ ഗതികേട്, ഈ മുനാഫിക്കിനെയും നിസ്കരിപ്പിക്കേണ്ട, മുശ്രിക്കിനെയും നിസ്കരിപ്പിക്കേണ്ട ഗതികേട് നമ്മുടെ തലയിലല്ലേ? ജമാഅത്ത് കമ്മിറ്റി തീരുമാനം എടുക്കണം. ഇസ്ലാമിന്റെ ശരീഅത്തിനെ തള്ളിപ്പറഞ്ഞവന് ഞങ്ങളുടെ പള്ളിയുമായിട്ട് ജമാഅത്തായിട്ട് ഇവന് യാതൊരു ബന്ധമില്ല, അവൻ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് എഴുതി തള്ളണം. ചങ്കൂറ്റുണ്ടോ? അതാണ് ഇസ്ലാമിക കോടതി പറഞ്ഞതാണ്. അതാണ് ശരീഅത്ത്. നമ്മൾ ആഖിറത്തെ വിശ്വസിക്കുന്നവരാണ്, നമുക്ക് ആഖിറവുമായിട്ട് ബന്ധമുള്ളവരാണ്. ആഖിറത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത് മൊത്തവും. ആഖിറമില്ലെങ്കിൽ പള്ളിയുടെ ആവശ്യമില്ല, ഈ ഉളഹിയുടെ ആവശ്യമില്ല, ഈ റമളാനിന്റെ ആവശ്യമില്ല, ഈ ഹജ്ജിന്റെ ആവശ്യമില്ല, ഈ ഉംറാന്റെ ആവശ്യമില്ല. എന്തിനാ പിന്നെ പള്ളി? ആഖിറമില്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ദുനിയാവിൽ ജീവിച്ച് നമുക്കും ചത്തുപോകാൻ, ചാമ്പലായി പോകും. പിന്നെ വേണ്ട. ആഖിറമില്ലെങ്കിൽ പിന്നെന്താ? ഈ ചെയ്യുന്നതും ഈ എടുക്കുന്ന പണി മൊത്തവും ആഖിറത്തിന് വേണ്ടിയിട്ടാണ്, ആഖിറത്തിനുണ്ട്. അപ്പൊ ആഖിറത്തിൽ വിശ്വാസം ഇല്ലാതെ പറഞ്ഞ നിരീശ്വരവാദികൾ നമ്മുടെ ചെറുപ്പക്കാരെ വിളിച്ചു കൊണ്ടുവന്നാൽ ഒരു കാരണവശാലും നമ്മൾ അവനെ അഡിക്റ്റ് ആവരുത്. അവന്റെ ബുദ്ധി കൊണ്ട് അവൻ പലതും പറയും. നമ്മൾ അത് കേൾക്കാൻ നിൽക്കണം, സംസാരിക്കാൻ നിൽക്കണം. വിട്ടേക്കുക, ആ സബ്ജക്റ്റ് വിട്ടേക്കുക. ടോപ്പിക് നോ, എനിക്ക് താല്പര്യമില്ല, യാ അല്ലാഹ് ഖലാസ്, ഇത്രയേ ഉള്ളൂ. അല്ല, ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മൾ നിൽക്കണ്ട. ഇതിന് മറുപടി പറയാൻ പോകുന്നത് ഖുർആൻ പറഞ്ഞ വാക്കല്ലേ, സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ഇതേപോലെ പരിശുദ്ധ പ്രവാചകന്മാരെ സ്വഹാബാക്കളെയും ഒക്കെ ഇസ്ലാമിൽ നിന്ന് നടത്തിയെടുക്കാൻ വേണ്ടി കുബുദ്ധികൾ പണിയെടുത്തപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വന്നു, നബിയെ അവനിൽ നിന്ന് നീ ഒഴിവാക്കുക, വഅരിദ് അനിൽ ജാഹിലീൻ. ആ വിവരമില്ലാത്ത വിഡ്ഢികളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണേ. അവരോട് പറയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദർശം, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം വിട്ടോ. സലാമുൻ അലൈക്കും, നിന്നോട് ഞാൻ സംസാരിക്കാനില്ല. അവനോട് സലാം പറഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകണേ. കൂടുതൽ ഇവന്മാരുടെ ഒക്കെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നിൽക്കുന്നതിന് അനാവശ്യമില്ലാത്ത മറുപടികളും കൊടുക്കത്ത്, അത് കുറച്ച് അങ്ങോട്ട് ഷെയർ ചെയ്ത് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് ഉസ്താദന്മാരോട്, ഉസ്താദ് ഇതിന്റെ മറുപടി എന്താ, അതിന്റെ എന്തിനു മറുപടി കൊടുക്കുന്നത്? ഇതൊക്കെ ഇസ്ലാമിക പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ ഇതിനൊക്കെ തുടക്കം കുറിച്ചു, ആ കാലഘട്ടത്തിലുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങളെ അടർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് നമ്മുടെ മുസ്ലിമീങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം.
ആഖിറമാണ് നഷ്ടപ്പെടുന്നത്. മരിച്ചുപോയി നിന്നെ കൊണ്ടുപോയി ശ്മശാനത്തിൽ വെച്ച് തവിട് പൊടിയാക്കി ചാമ്പലാക്കി കഴിഞ്ഞാല് ഇനി എവിടെടാ ചോദിക്കാൻ വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിനക്കുണ്ടാകണ്ട. ഖുർആനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് ചിന്തിച്ചോ. ആസിബിന് വായിൽ എന്ന് പറയുന്ന വൃത്തികെട്ട മുശ്രിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്നു. ഒരു കബറിനകത്തുനിന്ന് കുറച്ച് അസ്ഥി കൂടം എല്ലാം പറിച്ചെടുത്ത് കൊണ്ടുവന്ന് പെറുക്കിയെടുത്തിട്ട് നബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൈ കൊണ്ട് ഉടച്ച് തവിട് പൊടിയാക്കി ഊതിക്കൊടുത്തു നബിയുടെ മുഖത്തേക്ക്. ഇതെല്ലാം ഇനി വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണോ മുഹമ്മദ്? നിന്റെ ദൈവം പറയുന്നത് ഇതൊക്കെ ഇതെന്ത് പൊടിഞ്ഞു പൊടിച്ച് ഭസ്മമാക്കി ഊതികള്. ഇതെല്ലാം എടുത്തിട്ട് وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. ആയത്തിറങ്ങി. ഇവൻ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ഈ കുഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ എല്ല് കഷണം എല്ലാം കൂടെ പൊടിച്ചിട്ട് നബിതങ്ങളുടെ മുഖത്തേക്ക് ഊതിയിട്ട് ഇതൊക്കെ ഇനി നാളെ ജീവിപ്പിച്ച് കൊണ്ടുവരും തന്നെ വെഡ്ഡികളല്ലാതെ നിന്നെ പോലല്ലാത്ത മുഹമ്മദ് ആരാടെ പറയാ. ആയത്തിറങ്ങി സൂറത്ത് യാസീൻ. യാസീൻ ഓതുമ്പോ എല്ലാം ആ ഉദാഹരണം പറഞ്ഞ ഒരുവനുണ്ടല്ലോ, നബി ആസിബിന് വായിൽ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ. അവന്റെ ഉദാഹരണമാണല്ലോ. അവൻ ഇങ്ങനെയാണോ ഉദാഹരണം കാണിച്ചത്? അവന്റെ അസ്തിത്വത്തെ അവൻ മറന്നുപോയി. അവൻ എങ്ങനെയാണ് ജീവിച്ചു വന്നത്, അവനെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അവൻ ഏത് കോലത്തിലാണ് കടന്നു വന്നത് എന്ന കാര്യം അവൻ പോലും മറന്നുപോയല്ലോ പ്രവാചകരെ. അവൻ വന്ന് നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൂടങ്ങളെല്ലാം ദ്രവിച്ച് ഭസ്മമായി പോയ സ്ഥിതിക്ക് ആരെ ഇനി ഇത് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോണത്? ആരെ ഇതിന്റെ കബറിലെടുത്ത് പോയി പിറക്കി നോക്ക്. കുഴിവെട്ട് ബഷീറിനോട് ചോദിച്ചു, അല്ല മറ്റോട് ചോദിച്ചു നോക്ക്. 10-30 വർഷം മുമ്പ് ഖബർ മരിച്ച ആ ഉപ്പുപ്പാട ഒരംശം പോലും അവിടെ ഇല്ല. ഇതൊക്കെ ഇനി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉസ്താദ് വെറുതെ കിടന്ന് പ്രസംഗിക്കുന്നതല്ലാതെ യാസീൻ ഓത്. ആ യാസീൻ അതാ പറഞ്ഞത് വിശ്വാസം വേണമെന്ന്. യാസീൻ അല്ല പറഞ്ഞ ആരാ ഈ പൊടിഞ്ഞു പോയ സാധനത്തെ ഇനി വീണ്ടും وكانوا يقولون إذا متنا وكنا ترابا وعظاما إنا لمبعوثون. നമ്മുടെയൊക്കെ മുൻഗാമികള് ഉപ്പമാര് പൂർവികന്മാരൊക്കെ മരിച്ചു പോയി ചാമ്പലായി അവരെ കയറി കത്തിച്ച് കളഞ്ഞ് ശ്മശാനത്തിലിട്ട് വൈദ്യുതി ശ്മശാനത്തിൽ കയറ്റി 4 ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് നിമിഷ നേരം കൊണ്ട് തവിട് പൊടിയാക്കി പോയതിനൊക്കെ ഇനി വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ ഇവരീ പറയുന്നത്? وكانوا يقولون إذا متنا وكنا ترابا وعظاما أئنا لمبعوثون. തുറാബ് നമ്മൾ മണ്ണായി പോയി. നമ്മളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത്? മുൻഗാമികളായ നമ്മുടെ പൂർവീകന്മാരെയൊക്കെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത്? ഖുൽ നബിയെ പറയണേ, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊൻ ഇലാ മീഖാതി യൗമിൻ മഅലൂം. പറയൂ നബിയെ, മുൻഗാമികളെയും പൂർവികരായവരെയും പിൽക്കാലഘട്ടത്തിലുള്ളവരെയും എല്ലാവരെയും ഒരു നിശ്ചിത ദിവസത്തിൽ ഒരു നിശ്ചിത സ്ഥലത്ത് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അവരോട് പറയൂ പ്രവാചകരെ. സുമ്മ ഇന്നകും അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് അവിടെ മഹ്ശറയിൽ ആഖിറത്തിൽ കൊണ്ടു നിർത്തിയിട്ട് അവരോട് തന്നെ ചോദിക്കപ്പെടുകയാണ്, അയ്യുഹൽ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ സുമ്മ ഇന്നകും അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. ഈ അഹങ്കാരികളും തമ്മാടികളുമായവരെ, ഈ ആഖിറത്തെ നിഷേധിച്ചവരെ, പറയൂ ഇപ്പോ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന്? നിങ്ങളല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്തായി? മറുപടി പറ. കൊണ്ടു നിർത്തിട്ട് ചോദിക്കും, ഇപ്പൊ എന്തായി? മറുപടി പറ. ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊൻ ഇലാ മീഖാതി യൗമിൻ മഅലൂം സുമ്മ ഇന്നകും അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. എന്നിട്ട് അവരോട് പറഞ്ഞു, ലാക്കിലൂന മിൻ ശജരിൻ മിൻ സഖൂം
فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين. ഈ സഖൂം എന്ന വൃക്ഷത്തിൽ നിന്ന് കഴിക്കടാ അവർക്കുള്ള ഭക്ഷണം. ഈ ദുനിയാവിൽ ആഖിറത്തെ നിഷേധിച്ചവർ, അള്ളയെ നിഷേധിച്ചവര്, പരലോക ജീവിതത്തെ നിഷേധിച്ചവര്, പുനർജന്മത്തെ നിഷേധിച്ചവര്, അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടു നിർത്തിയിട്ട് കള്ളന്മാരെ, ദുഷ്ടന്മാരെ, നിങ്ങളല്ലേ പരലോകത്തെ നിഷേധിച്ചത്, ഇപ്പൊ എങ്ങനെയുണ്ട്? തിന്നടാല ആക്കിലൂന മിൻ ഷജറിൻ മിൻ സഖൂം ഫമാലിയൂന മിൻഹൽ ബുതൂൻ. ആ വൃക്ഷത്തിൽ നിന്നുമുള്ള മുള്ള് തിന്നിട്ട് അവര് വയറ് നിറയ്ക്കുമത്രേ. ഫമാലിയൂന മിൻഹൽ ബുതൂൻ. വെള്ളം കുടിക്കാൻ വേണ്ടി അവർ വെപ്രാളത്തോടെ വിളിച്ചു പോകുമ്പോ തിളച്ചു മറിയുന്ന വെള്ളത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിലൂടെ അവരുടെ സകലമാന അവയവങ്ങളും ഉരുകി പോവുകയാണ്. നഊദു ബില്ലാഹ്. ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ചു വലഞ്ഞ ഒട്ടകം ആർത്തിയോടെ കുടിക്കുന്നത് പോലെ നരകത്തിലെ ചുട്ടുപൊള്ളുന്ന തിളപ്പിക്കപ്പെട്ട ആ ചീഞ്ചലങ്ങളെല്ലാം ഈ അഹങ്കാരി തമ്മാടികളെ, ആഖിറം നിഷേധിച്ച നിരീശ്വര നിർമ്മിതവാദികളെ അല്ല കുടിപ്പിക്കുമത്രേ. എന്നിട്ട് പറയും ഇന്നേ ദിവസത്തിൽ നിങ്ങൾക്കുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്, കഴിച്ചോ. അല്ലാഹു അക്ബർ. അതാണ് ആഖിറത്തെ വിശ്വസിക്കണം എന്ന് പറഞ്ഞത്. അത് ഖുർആനല്ലേ? ഇതാരെങ്കിലും എഴുതി ഉണ്ടാക്കിയ സാധനമാണോ? ആഖിറത്തിന്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരുന്ന വാക്കാ. ഇത് വിശ്വസിക്കുന്നവർക്കേ ഗുണമുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇർതഹലത്തി ദുനിയാ മുദ്ബിറാ വഖബലത്തിൽ ആഖിറതു വർതഹലത്തിൽ ആഖിറതു വർതഹലത്തിൽ ആഖിറതു മുഖബിലാ. ഇർതഹലത്തി ദുനിയാ മുദ്ബിറാ. ദുനിയാവൊക്കെ എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവെല്ലാം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ നാശത്തിന്റെ അടയാളങ്ങളാണ് പല ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീനിന് വിരുദ്ധമായ പ്രവർത്തികളൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, അധികാരി വർഗങ്ങളിൽ നിന്നും, ഇസ്ലാമിക ഭരണകൂടങ്ങൾ, ഇസ്ലാമിക ഭരണം എന്ന് പറയാൻ പറ്റൂല, അവിടുത്തെ രാജാക്കന്മാരുടെ ഭരണകൂടങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തികൾ കാണാൻ കഴിഞ്ഞുവെങ്കിൽ ഓർത്തോ, വർതഹലത്തി ദുനിയാ മുദ്ബിറാ വർതഹലത്തിൽ ആഖിറതു മുഖ്ബിലാ. ആഖിറം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ദുനിയാവ് എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ആഖിറത്തിലേക്കും മക്കളുണ്ട്, ദുനിയാവിലും മക്കളുണ്ട് കേട്ടോ. രണ്ട് ലോകത്തിലേക്കും മക്കളുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, കൂനൂ മിൻ അബ്നാഇൽ ആഖിറ. നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി മാറണേ. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ. ദുനിയാവിന്റെ മക്കളായി അതപ്പതിച്ചു പോകരുതേ. അലി റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു, സഹോദരങ്ങളെ, ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെടുന്നവരെ, ദുനിയാവ് കൊണ്ട് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ, നമ്മുടെ സമയവും ആയുസ്സും ആരോഗ്യവും എല്ലാം ദുനിയാവിന് വേണ്ടി അടിച്ചു പൊളിച്ച് തീർക്കുന്നവർ ഓർക്കണേ, ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമലുൻ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള അവസരമുണ്ട്, തൗബ ചെയ്യാൻ അവസരമുണ്ട്, പടച്ചവനോട് യാചിക്കാനുള്ള അവസരമുണ്ട്, നിങ്ങളുടെ സകലമാന അമലുകൾ ചെയ്യാൻ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. വലാ ഹിസാബ്. ആരും നിന്നോട് ചോദിക്കാനില്ല കേട്ടോ. നീ നമസ്കരിച്ചാലും ചോദിക്കാനില്ല, നീ കഞ്ചാവടിച്ചാലും ചോദിക്കാനില്ല, നീ MDM അഡിക്റ്റ് ആയാലും ചോദിക്കൂല, നീ വ്യഭിചരിച്ചാലും വെള്ളമടിച്ചാലും ആരും ഒന്നും ചോദിക്കൂല. വലാ ഹിസാബ്. ദുനിയാവ് നിന്റെ കൈകളിലാണ്, നീ ഇഷ്ടപ്പെടുന്നത് പോലെ നിനക്കത് പ്രവർത്തിക്കാം. എന്നാൽ നീ ഓർത്തോ, ഈ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം നിന്റെ കണ്ണടഞ്ഞ് വീഴുമ്പോ നിന്നെ കൊണ്ടുപോയി നിർത്തപ്പെടുന്നത് ആഖിറത്തിലാണ്. വഗദൻ ഹിസാബുൻ വലാ അമലുൻ. അവിടെ വിചാരണയാണ്, അവിടെ കർമ്മത്തിന് സ്ഥാനമില്ല. അല്ലാഹ്
ചെയ്തോളാം പടച്ചവനെ, ഒരവസരം താ അല്ലാഹുവേ, മാപ്പ് ചെയ്യണേ പടച്ചവനെ, അബദ്ധം പറ്റിപ്പോയി റഹ്മാനെ, തെറ്റിൽ വീണുപോയി അല്ലാ, കുടുങ്ങിപ്പോയി റബ്ബേ, ഒരവസരം താ അല്ലാ. അങ്ങനെ റബ്ബിനോട് യാചിക്കാൻ നാളെ നിനക്ക് സമയമില്ല, സൗകര്യമില്ല, അതിനുള്ള അവസരം ലഭിക്കുകയില്ല. അതുകൊണ്ട് കൂനൂ മിൻ അബ്നാഇൽ ആഖിറ, ആഖിറത്തിന്റെ മക്കളായി ജീവിച്ചു മരിക്കണേ. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയാ, ദുനിയാവിന്റെ മക്കളായി അതപ്പതിച്ചു പോകരുത് കേട്ടോ. അലി റളിയല്ലാഹുവിന്റെ വാക്കാണ്. ദുനിയാവിലെ പഠിച്ചു പോയ ദുനിയാവ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വത്മഅന്നു ബിഹാ. തൃപ്തിയായി, ദുനിയാവിലൊരു ജോലി കിട്ടിയ തൃപ്തിയായി, ടെക്നോ പാർക്ക് ജോലി കിട്ടിയ തൃപ്തിയായി, നല്ലൊരു വീട് ഉണ്ട് തൃപ്തിയായി, നല്ല ചാപ്പാടുണ്ട് തൃപ്തിയായി, നല്ല വണ്ടിയുണ്ട് തൃപ്തിയായി. പാപ്പ മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഞാൻ കൊണ്ടാക്കി ഇട്ടിട്ട് പോയി. ആഹത്തായി, ആഹത്തായി. നല്ല പെണ്ണ്, നല്ല വീട്, നല്ല കൊട്ടാരം, നല്ല സെറ്റപ്പ്. അതുകൊണ്ട് എന്തായി ദുനിയാവ്? മാഷാ അല്ലാഹ്. അവിടെ ബോർഡ് എഴുതി വെക്കും മാഷാ അല്ലാഹ്, നല്ല റാത്തായി. അതല്ല ഖുർആനിൽ പറഞ്ഞു, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറ من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. വലിയ വിശാലമായിട്ട് അള്ളാഹ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്.